അടിപൊളി സൂപ്പർ 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 അല്ല സൂപ്പറാണ്. കൊള്ളാം. അടിപൊളിയായിരുന്നു. ബേസിൽ ക്യാമറ അടിപൊളിയായിരുന്നു. നൈസായിരുന്നു. നൈസായിരുന്നു. അതും അടിപൊളിയായിരുന്നു. അടിപൊളി പെർഫോമൻസ്. ബേസിലിന്റെ ക്യാരക്ടറിന് നല്ല ഇത് കൊടുത്തിട്ടുണ്ട്, ബിൽഡപ്പും കൊടുത്തിട്ടുണ്ട്. പുള്ളിയുടെ ക്യാരക്ടർ വരുമ്പോൾ നമുക്ക് തിയേറ്റർ ഇതാവണ കാണാം. വളരെ നല്ല സിനിമയാണ്. സീരിയസ് ആയിട്ടുള്ള മൂവിയാണ്. ഹിസ്റ്റോറിക് മൂവിയാണ്. നടന്ന സംഭവമാണ്. ഇങ്ങനത്തെ ഫിലിംസേ വേണ്ട. ഒരു അടിപ്പടമൊന്നുമല്ല. വയലൻസ് അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യാനാണ്. ശിവകാർത്തികൻ വലിയൊരു ആക്ടറാണ്. മാസ് മാത്രമല്ല എല്ലാ റോളും ചെയ്യാൻ പറ്റും. രവി മോഹനായാലും നമ്മുടെ ബേസ് ജോസഫ് ചെയ്തിട്ടുണ്ട്. പുള്ളിപ്പള്ളിലില്ല എല്ലാവരും പെർഫോം ചെയ്യുന്നുണ്ട്. എല്ലാം കൊണ്ടും നല്ലൊരു മൂവിയാണ്. എന്നാൽ ഒട്ടും ബോർഡിക്കില്ല. വളരെ നടന്ന സംഭവമാണ്. ഇങ്ങനത്തെ മൂവീസാണ് എൻകറേജ് ചെയ്യേണ്ടത്. ജനനായകനെക്കാട്ടില്ല ഇങ്ങനത്തെ മൂവീസാണ് ആൾക്കാർ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടത്. ഇത് നടന്ന സംഭവമാണ്. സീരിയസ് മൂവിയാണ്. ലാംഗ്വേജ് വേണ്ടിയുള്ള ഫൈറ്റ്, ലാംഗ്വേജ് പൊളിറ്റിക്സ് ഇതെല്ലാവരും കാണേണ്ട പടമാണ്. ബേസിൽ നന്നായി ചെയ്തിട്ടുണ്ട്. പുള്ളിപ്പള്ളിയിൽ നമ്മുടെ മലയാളത്തിലുള്ള നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ രവി മോഹൻ, ശിവകാർത്തിക ഭയങ്കര പെർഫോമൻസ്. നായികയാണെങ്കിലും ഓണത്തി കാണാൻ ഈ ഇന്ദിരാഗാന്ധിയുടെ കാസ്റ്റിംഗ് അത്ര ശരിയായില്ല. എല്ലാം കൂടി നല്ലൊരു ഫിലിമാണ്. നന്നായിട്ടുണ്ട് പടം. നല്ലൊരു ഫീൽ ഗുഡ് മൂവി. ജയൻ രവി വില്ലനായിട്ട് കിടപ്പനായിട്ട് ഉഗ്രൻ ഒരു ക്രൂര വില്ലനായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. അടിപൊളി വില്ലനായിട്ടാണ് കാണിക്കുന്നത് ജയൻ രവി. എന്തിനാ ഇത്രയും നായകനായിട്ട് ഒരാൾ ഇത്രയും ഒരു നെഗറ്റീവ് റോൾ ചെയ്തെന്ന് അറിയത്തില്ല. എന്നാലും കുഴപ്പമില്ല. ജയൻ രവി നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. ഉഗ്രം പടം അടായിരുന്നു. അതായത് ഇച്ചിരി ലാഗിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് നന്നായി. ബേസിലിൻ്റെ ക്യാരക്ടർ ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. വന്നപ്പോൾ ഭയങ്കര ഒരു ഇതായിട്ട് മേക്കിംഗ് ഇന്ത്യ എൻഡ് എനിക്ക് മേക്കിംഗ് ഇഷ്ടപ്പെട്ടു. ആദ്യം കണ്ടപ്പോൾ വലിയ രീതിയിലായിരുന്നു. ഓക്കെ, ചെറിയ ക്യാമിയാണ്. സൂപ്പറാണ്. എല്ലാവരും അടിപൊളിയായിട്ടുണ്ട്. കണ്ടുപോക്ക്. തിയേറ്റർ വാച്ചിന് പറ്റിയ പടമാണ്. ചിലപ്പോൾ OTT കിട്ടിയ ആ ഫീൽ കിട്ടിയെന്ന് വരില്ല. ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ അജണ്ടേൻ്റെ അനുസരിച്ച് ഇപ്പോൾ കാണേണ്ട ഒരു പടമാണ്. ബേസിൽ വരുന്ന ഞാൻ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ചെറിയ ക്യാമിയാണ്, പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയ സമയത്ത് വന്നപ്പോൾ നല്ല തിയേറ്റർ മൂവ്മെൻ്റ് ആയിരുന്നു. രവി മോഹൻ്റെ കൊള്ളാം, അടിപൊളിയായിരുന്നു. ആളെ കൊണ്ട് പുൾ ഓഫ് ചെയ്യുന്ന തന്നെ മാക്സിമം ആൾ പുൾ ഓഫ് ചെയ്തിട്ടുണ്ട്. പടം നന്നായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണം എന്നുള്ള എനിക്ക് പറയാനുള്ളത്. എന്താ വെച്ചാൽ ഇത് നമുക്ക് മനസ്സിലാക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. നമ്മൾ ഈ എന്താ പറയുക പാഠപുസ്തകങ്ങളിൽ കൂടി അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഈ പടം കാണണം, എല്ലാവരും വന്ന് കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഞാനവർക്ക് ഈ പടം കണ്ടതിന് ശേഷം നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട പൂർവികർക്കുണ്ടല്ലോ, അവരൊക്കെ എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് നമുക്കിപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ നിലയ്ക്ക് നമ്മളിങ്ങനെയൊക്കെ നിൽക്കാൻ സാധിക്കുന്നുള്ളത് ഈ പടം കണ്ടതിന് ശേഷം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. കണ്ടപ്പോൾ ഒരു ഭയങ്കര ഒരു വിഷമം കൂടി വന്നതെന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് അവരൊക്കെ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടതേ. ബേസിൽ ഗംഭീരമുണ്ട്. എല്ലാവരും തകർത്ത് അഭിനയിച്ചിരിക്കണം. ഓരോരുത്തരും അവരവരുടെ റോളുകൾ നന്നായി ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ജയൻ രവി ഒന്നും പറയാനില്ല, അതിഗംഭീരമാണ്. നെഗറ്റീവ് റോളാണെങ്കിലും പക്ഷെ അത് കാഴ്ചവെക്കുമ്പോഴല്ല അതിൻ്റെ നന്നായിരിക്കുന്നത്. ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടു എല്ലാവരും. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനകത്ത് സിനിമ കണ്ടിട്ട്. സത്യം പറഞ്ഞാൽ ഇത്രയും നല്ലൊരു മൂവി നമ്മൾ പെർഫോമൻസ് കൊണ്ട് ഒരു രക്ഷയില്ല. ശിവകാർത്തികനായിക്കോട്ടെ, നമ്മുടെ ജയൻ രവി ആയിക്കോട്ടെ, നമ്മൾ ഇങ്ങനെയൊക്കെ ഈ പോരാടി ഒരുപാട് പേരുണ്ട് എന്നുള്ളൊരു ഇതിൽ നമുക്ക് അവർക്ക് എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കാം. അത്രയും നല്ല പെർഫോമൻസ് കൊണ്ട് ഒരു രക്ഷയില്ല. അത് തിയേറ്ററിൽ ഇരുന്ന് കാണേണ്ട പടമാണ്, അല്ലാതെ OTTയിൽ മറ്റേന്ന് വന്നിട്ട് കാണണ്ടല്ല. പക്ക സൂപ്പർ മൂവി. ബാക്കിയുള്ള സത്യം പറഞ്ഞാൽ അത്രയും പെർഫോമൻസ്. ഫസ്റ്റ് ഹാഫ് ഗംഭീരമാക്കിയിട്ടുണ്ട്. പക്ഷേ സെക്കൻഡ് ഹാഫ് നമ്മൾ വിചാരിച്ചു അത്രയും ഇത് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചാൽ. പക്ഷേ സെക്കൻഡ് ഹാഫ് പെർഫോമൻസ് കൊണ്ട് ഒരു രക്ഷയില്ല. പടം തിയേറ്ററിൽ മസ്റ്റ് വാച്ച്. ബേസിലിൻ്റെ ഒരു ചെറിയ സംഭവമാണെങ്കിൽ ഒരു തീപ്പൊരിയാണ്. നമ്മുടെ മലയാളികൾക്ക് അഭിമാനിക്കുക. ബിഗ് സല്യൂട്ട് ബേസിൽ ജോസഫ്.